തന്നിടുക കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ. ഗുരുവിനെ ക്ഷണിച്ച കാര്യം നീ മറന്നുപോയോ? ഇന്ന് ഡിന്നറിന് നമുക്ക് ക്ഷണിച്ചിട്ടുള്ളതല്ലേ ഗുരുവിനെ? നമ്മുടെ ഗുരുവിനെ അല്ലേ ക്ഷണിച്ചത്? നമ്മുടെ ഗുരുവിന് 5-8 കൂട്ടം കറികളൊന്നും വേണ്ട. അപ്പവും മീനുമല്ലേ നമ്മുടെ ഗുരുവിന് ഏറ്റവും ഇഷ്ടം. കൂടാതെ കുറച്ച് 2-3 അത്തിപ്പഴം ഉണ്ടെങ്കിൽ ധാരാളം. നമ്മൾ അത് മാത്രം മതി നമ്മുടെ ഗുരുവിന് ഏറെ ഇഷ്ടമാകും. ഓ ശാസ്ത്രച്ചായ വന്നോ? എവിടെയായിരുന്നു? എവിടെയാണ് യോഗം? ഇല്ല. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്നറിയാവോ? കുരുടൻ കാഴ്ച പ്രാപിക്കുന്നുണ്ട്, മുടന്തര് സൗഖ്യമാകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, എന്തിനു പറയുന്നു ചന്ദ്രരോഗം വരെ സൗഖ്യമാവുന്നുണ്ട്. ഞാൻ യോഗത്തിന് പോവുക. നീ പറഞ്ഞത് ശരിയാ, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ 100 കൂട്ടം പണിയെടുക്കുമ്പോ ഞാൻ എങ്ങനെ പോകും? അത് സാരമില്ല, നമുക്ക് വന്നിട്ട് എല്ലാവരും കൂടെ ചെയ്യാന്നേ. ഞാൻ പോവാ. ഞാൻ കൂടെ വരുന്നുണ്ടേ. നിങ്ങൾ പോവുകയാണെങ്കിൽ വരുമ്പോൾ കുറച്ച് വെജിറ്റബിൾസും കൂടി വാങ്ങിച്ചുകൊണ്ട് വരണം. ഗുരുവിന് ഡിന്നറിന് ഭക്ഷണം കൊടുക്കേണ്ടതല്ലേ? നീ എന്താ പറയണത്? എന്താ ഇവിടെ എന്തെങ്കിലും സാധനം ഉണ്ടോ? ഉപ്പില്ല, മുളകില്ല, ഒരു സാധനമില്ല. നീ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞാൻ എങ്ങനെ വരാനാണ്? ഇവിടെ 100 കൂട്ടം പണി കിടപ്പില്ലേ? എനിക്ക് വരാൻ പറ്റുമോ? നമ്മുടെ ഗുരു നമ്മുടെ ഗിരിമുകൾ പ്രകാശം എന്താ നമ്മളെ പഠിപ്പിച്ചത്? മുമ്പേ നമ്മുടെ രാജ്യവും നീതി അന്വേഷിപ്പിക്കാൻ എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത്? ഒരു മിനിറ്റ്. പിന്നെ അവിടെ യോഗത്തിൽ ചെന്ന് കഴിയുമ്പോ ആരെങ്കിലും ഒക്കെ ചോദിക്കും ഞാൻ വന്നില്ലേ. അന്നേരം നീ അവിടെ കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മനസ്സിൽ തോന്നുന്നു മുഴുവൻ വിളിച്ച് പറയ. നീ ഒന്നും മറച്ചു വെക്കില്ല. അതുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം, അവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊന്ന് പോസ്റ്റ് ചെയ്താൽ മറന്നെങ്കിൽ കേട്ടോ മതിയേ. ഒരു 10 ഓർക്കുന്നില്ലേ? ഓ സലോമി, എന്നെ വിശേഷം? എന്നെ ഇരിക്കുന്നു. പ്രാർത്ഥനയ്ക്കൊന്നും പോയില്ലേ? പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയില്ല. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ടല്ലോ, പോകാൻ പറ്റിയില്ല. ആണോ? ഞാനിവിടെ പ്രാർത്ഥിക്കാനിരിക്കാൻ തുടങ്ങുമായിരുന്നു. ആണോ? എന്നാ നീ പ്രാർത്ഥിച്ചു, ഞാൻ പിന്നെ വിളിക്കാം. ഓ അല്ല, പ്രാർത്ഥനയൊക്കെ പിന്നെ നടക്കും. നീ വലിയ വിശേഷങ്ങൾ വരാ. എത്ര നാളായി നീ വിളിച്ചിട്ട്? ഓ സുഖമായിട്ടിരിക്കുന്നു. അതെയോ? നീ വരാ. ഞാൻ വരാറില്ല, എനിക്ക് സമയമൊന്നും കിട്ടുന്നില്ല. ഇവിടെ പിള്ളേരെല്ലാം പഠിക്കുമല്ലേ, എൻട്രൻസിനൊക്കെ പോവാ. അവിടെ വിദ്യാഭ്യാസമല്ലേ നമുക്ക് വലുത്. കാര്യം ഇവിടെ യോഗമൊക്കെ നടക്കുന്നുണ്ട് 10-15 ദിവസത്തേക്ക്. 2-3 ദിവസം വരെയൊക്കെ പോവാം. ഈ 15 ദിവസം ഒന്നും പോവാൻ പറ്റത്തില്ലെന്ന്. പിള്ളേരുടെ കാര്യമൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ വിളിച്ചതൊന്നുമല്ല, മെയിൻ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ത്രീച്ചക്കുട്ടിയെ നീ ഓർക്കുന്നോ? അവിടെ ദുബായിക്ക് പോയിട്ടുണ്ട്. നീ ഫേസ്ബുക്ക് എടുത്തായിരുന്നോ? അയ്യോ, ഞാൻ 2 മണിക്കൂർ നോക്കി.
ഈ മൊബൈലില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരു മിനിറ്റ്. ഹലോ. ഓ, ഇതെന്താണ്? ഇവരാണോ ഹാലിൽ ദുബായിൽ പോയിരുന്നവരാണല്ലോ ഇത്. ആഹാ. ഓ, ഇതെന്താണ്? ഓ, ഇവരുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ വർഷമായിരുന്നല്ലോ, കഴിഞ്ഞ മാസമായിരുന്നല്ലോ. ഇത് പിന്നെ എന്തിനാ കൊടുക്കുന്നത്? ഓ, ഇതെന്താണ്? ഓ, ഈ മൊബൈല് ഈ സമയം പോകുന്നത് അറിയില്ല, ഒരു ബോറടിയും ഇല്ല. ദൈവത്തിന് സ്തോത്രം. അല്ല, നിങ്ങളുടെ യോഗത്തിന് പോയിട്ട് വരികയാണോ? എങ്ങനെയല്ലോ ക്ഷീണിച്ചു പോയല്ലോ. എന്ത് പറ്റി? ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയില്ലേ, ഞാൻ തന്നെയല്ലേ ഇവിടെ ജോലിയെല്ലാം ചെയ്യുന്ന. ക്ഷീണിച്ചു പോയോ? ആ, ഇതൊരു കാര്യം, ഞാൻ കാപ്പി ഇടാം. കാപ്പിയൊന്നും വേണ്ട. അവിടെ ഇരിക്കും. എനിക്കൊരു കാര്യം. നിങ്ങൾ ഇരിക്ക്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങള്? വിശേഷം ഒരു കാര്യം പറയാനുണ്ട്. ഇരിക്കെ. പറയട്ടെ. ആ, പറയാം. പിന്നെ യോഗത്തിന് പോയിട്ടുള്ള വിശേഷങ്ങൾ പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയാമെന്നറിയാമോ? ഈ യോഗത്തിലൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. എന്താണെന്നറിയാമോ? നമ്മുടെ സഭയിൽ പുതിയൊരു കുടുംബം ഫാമിലി വന്നിട്ടുണ്ട്. അവരുടെ പേര് രേഖയാണോ? അവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ബാക്കിലാണ് ഇരിക്കുന്നത്. എന്തോ പ്രശ്നമുണ്ട്. ഞാനും അത് ചിന്തിക്കാറുണ്ട്. എന്തോ പ്രശ്നമുണ്ട്. എന്തായാലും അല്പസമയം ഒന്ന് സംസാരിക്കട്ടെ. എന്റെ കൂടെ വന്ന് എന്തിനാണ്? ഒരു അല്പസമയം ഞാൻ സംസാരിക്കട്ടെ. അതുകൊണ്ട് അത് പവന്റെ ഉള്ളിൽ പുറത്താണ്. അതുകൊണ്ട് അവരാണെങ്കിൽ രണ്ടുപേരും എന്തോ പ്രശ്നമുണ്ടെങ്കിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതെ, പറഞ്ഞു തീരട്ടെ. ആത്മീക കാര്യം മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് യോഗത്തോടെ നടക്കുന്ന യാതൊരു കാര്യം എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതെ, ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ സ്റ്റീഫൻ ഉണ്ടല്ലോ, സ്റ്റീഫന് ജോലിയെല്ലാം പോയി. അതെയോ? അതെന്താന്ന് വെച്ചാൽ അവിടെ എന്തോ പറയുന്നുണ്ട്. ജോലി പോയെന്നോ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ജോലി പോയെന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഹയർ ചെയ്തേ ഉള്ളല്ലോ. ആണോ? ശരി, ജോലി പോയെന്ന് ഞാൻ കേട്ടത്. പക്ഷേ എന്തോ പ്രശ്നമുണ്ട്. നമുക്കൊന്ന് പോകാമല്ലോ. തുടങ്ങേണ്ട സമയമായി. പരദൂഷണം പറഞ്ഞിരിക്കാതെ. നമ്മൾ പരദൂഷണം പറഞ്ഞാൽ ദൈവം കേൾക്കൂലേ? ഒരിക്കലും അങ്ങനെ പറയരുത്. എന്തൊരു പരദൂഷണമല്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ പറയുന്നത്. എന്നാ ശരി, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. എന്നാ നിങ്ങൾ പോകട്ടെ. വെജിറ്റബിൾ എനിക്ക് തരാൻ പറ്റുമോ? ഇപ്പൊ സമയം കഴിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ്. ശരിയല്ലോ. ഒരു അനുഗ്രഹവും ഉണ്ടായിരുന്നില്ല. ആണോ? അന്ന് ഞങ്ങളൊക്കെ പോകട്ടെ. എന്നാ ശരിയല്ലോ. നിങ്ങൾ എത്തിയോ? കുറച്ചൊക്കെ ചെയ്യാൻ പറ്റി. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ വെറുതെ സമയം കളയുന്നത്, വെറുതെ ഫേസ്ബുക്ക് നോക്കിയ സമയം കളയുന്നത് ഞാൻ അപ്പോഴേ മനസ്സിലാക്കിയായിരുന്നു. നീ വലിയ വിഷയം നമ്മുടെ മാതാപിതാക്കന്മാർ എത്ര കഷ്ടപ്പെട്ട് നമ്മളെ സ്ഥാപനം കഴിയുന്നത്. എന്നിട്ട് നീ വലിയ വിശുദ്ധിയൊന്നും സമയണ്ട. എനിക്കിവിടെ എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പൊ വന്ന് പോയവർക്ക് വരെ മനസ്സിലായി എന്റെ കഷ്ടപ്പാട്. ഇതെന്താ വെജിറ്റബിൾ ആണോ? ഇങ്ങോട്ട് താ. നീ നമുക്ക് എല്ലാവരും കൂടി ചെയ്യാം. ഇവിടെ ഹെൽപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യേ. ഇപ്പൊ കുരു വരില്ലേ? സാരമില്ല, നമുക്ക് എല്ലാവരും കൂടി ചെയ്യാം. ഒന്ന് പെട്ടെന്ന് ആകട്ടെ, സമയം പോകുന്നു.
ഇതാരാ യോനച്ചാനോ? എന്നിട്ട് വിശേഷം? ചായ വന്നില്ലേ? ആയവർക്ക് പനിയായി അയ്യോ പോയി. കഷ്ടം. ഇതെയോ? എന്താ അവിടെ വലിയ സദ്യ? ഇവിടെ ഇവിടെ എന്താണ്? എന്താ ഇത്? ഇത് എന്താ ഇങ്ങനെ മന വൃത്തിയില്ലാതെ കിടക്കുന്നത്? ഇത് കൊള്ളാമല്ലോ. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുമോ? ഒരു വന്നിട്ടുണ്ട്. ഗുരു, ഞാൻ പറയുന്നത് കൊണ്ട് ഗുരുവിന് വേറെ ഒന്നും തോന്നരുത്. എനിക്ക് ഇവിടെയുള്ള കഷ്ടപ്പാട് ഗുരുവിനെ അറിയാവുന്നതല്ലേ. ഞാൻ തന്നെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം. എന്നെ സഹായിക്കാൻ ആരുമില്ല. എനിക്ക് സഹോദരനുള്ളത് കണ്ടില്ലേ? എപ്പോഴും പ്രാർത്ഥനയും ഗുരുവിന്റെ സുവിശേഷ ഉപദേശം കേൾക്കലുമാണ്. ഗുരു ഒന്ന് പറയും, എന്നെ ഒന്ന് വന്ന് സഹായിക്കാൻ. മകളെ മാർത്തേ, മകള് യോഗത്തിന് വരാതെ വീട്ടിൽ ജോലി കൊണ്ട് പറഞ്ഞത് വീട്ടിലിരുന്നിട്ട് ജോലിയെല്ലാം കഴിഞ്ഞോ? ആ, കുറെയെല്ലാം കഴിഞ്ഞു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതാരും മകളിൽ നിന്ന് അപകരിച്ചു കളയുകയില്ല. മാർത്തേ, നീ പകൽ പലതിനെ കൊണ്ട് വിചാരപ്പെട്ട് മനം കലങ്ങി ഇരിക്കുക. സ്നേഹിതർ കടന്നു വന്നപ്പോൾ അവരോടൊപ്പം പരദൂഷണം പറഞ്ഞു നീ നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു. നിങ്ങളെപ്പോലെയുള്ള കപടഭക്തിക്കാരാ ഇന്നത്തെ ഈ ആത്മീയ ലോകത്തിലെ അധപതനം. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതാരും അവളിൽ നിന്നും അപകരിച്ചു കളയത്തില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്റെ കാൽക്കൽ ഇരുന്ന് ദൈവവചനം കേൾക്കുന്നവർ ആ സത്യം എന്താണെന്നും പിതാവിലേക്ക് പോകുന്ന റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കും. വഴി എന്താണെന്നും അവർ മനസ്സിലാക്കുവാനിടയാവും. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളും അതിനെ കള്ളന്മാരുടെ പുകയാക്കി തീർത്തിരിക്കുക. പലപ്പോഴും ആലയത്തിനകത്ത് എനിക്ക് സ്ഥാനമില്ലാതെ ഞാൻ ആലയത്തിന്റെ പുറത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കണ്ണിലെ കോളിരിക്കെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കുന്നത് എങ്ങനെ? ആദ്യം സ്വന്തം കണ്ണിലെ കോളെടുത്തതിന് ശേഷം സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങൾ മറിയെ പോലെ അനേക വ്യക്തികൾ നമ്മുടെ മുൻപിലുണ്ട്. അതോടൊപ്പം തന്നെ മാർത്തയെ പോലെയുള്ളവരും നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് മാർത്തയെ പോലെ പലതിനെ കൊണ്ട് വിചാരപ്പെട്ട് മനം കലങ്ങാതെ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കാലചക്രത്തിന്റെ ഗതിവിഗതിയിൽപ്പെട്ടുകൊള്ളുന്ന ഇന്നിന്റെ മനുഷ്യന് നേരമില്ല എന്ന വാക്കിൽ ആത്മീക ജീവിതത്തെ തുച്ഛീകരിക്കുന്ന ഒരു നേർക്കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഈ സ്കിറ്റിൽ പങ്കെടുത്തവർ റോസ്ലി ചെറിയാൻ, മേഴ്സി ജേക്കബ്, ലിസ ഷിജു, കുഞ്ഞുമോൾ വിൻസെന്റ്, കൗസല്യ ശ്രീധരൻ, ലാലി ജോഷി, ലിനി സാമുവൽ. ഈ സ്കിറ്റിലൂടെ നിങ്ങളിലെ ചിരിയും ചിന്തയും ഉണർത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഒരു വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. പുതുവർഷത്തെ വരവേൽക്കുന്ന നമുക്ക് ആത്മീയതയ്ക്ക് പ്രചോദനമേകുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കാം. കർത്താവിന്റെ വരവ് ആസന്നമായ ഈ വേളയിൽ നിത്യതയ്ക്കായി ഒരുങ്ങാം. നന്ദി.